തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുതിച്ചുയർന്ന UDF. ഫലം വന്ന 500-ലധികം പഞ്ചായത്തുകളിൽ UDF ഭരണത്തിലേക്കാണ്. 340 പഞ്ചായത്തുകളിലാണ് LDF. ജില്ലാ പഞ്ചായത്തുകളിൽ 7ഇടങ്ങളിലും കോർപ്പറേഷനുകളിൽ 4ഇടങ്ങളിലും UDF കരുത്തുകാട്ടി. തിരുവനന്തപുരത്ത് NDA പിടിച്ചെടുത്തപ്പോൾ കോഴിക്കോട് LDF നിലനിർത്തി. മുനിസിപ്പാലിറ്റികളിൽ 54ഇടത്തും UDFന്റെ തേരോട്ടമാണ്. LDFന്റെ പല കുത്തക പഞ്ചായത്തുകളും UDF തകർത്ത് തരിപ്പണമാക്കിയാണ് മുന്നേറുന്നത്. തന്നെയാണ് വിവരങ്ങൾ നൽകാനായി എല്ലാ ജില്ലകളിൽ നിന്നും റിപ്പോർട്ടേഴ്സ് തയ്യാറായി നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്തേക്കാണ് ആദ്യം VP സഫാൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സഫാൻ, തുടക്കം തൊട്ട് തന്നെ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തൊട്ട് തന്നെ കോൺഗ്രസ് വലിയ തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോയതാണ്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ വലിയ തരത്തിൽ അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇന്നിപ്പോൾ ഫലം വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പക്ഷേ LDFന് അവിടെ എന്താണ് സഫാൻ സംഭവിച്ചത്? അമൃത, കോൺഗ്രസ് പോലും വിചാരിക്കാത്ത ഒരു വിജയമാണ് സംസ്ഥാന വ്യാപകമായി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് UDFന് ഉണ്ടായിരിക്കുന്നത്. ഈ അവസാന ഫലസൂചകകൾ വരുമ്പോൾ 504 ഗ്രാമപഞ്ചായത്തുകളിൽ UDF മുന്നിട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ അത് 337 ഗ്രാമപഞ്ചായത്തുകളായിരുന്നു. 580 ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടായിരുന്ന ഇടതുമുന്നണി 340ലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. 15 പഞ്ചായത്തുകൾ ഉണ്ടായിരുന്ന NDA 26ലേക്ക് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ സംസ്ഥാന വ്യാപകമായി UDFന് ഒരു തേരോട്ടം തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റം ത്രിതല പഞ്ചായത്തിൽ ഉണ്ടാക്കാൻ UDFന് കഴിഞ്ഞു. ഈ കോർപ്പറേഷനുകളാണെങ്കിലും നഗരസഭകളിലാണെങ്കിലും UDF തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഈ നേരത്തെ ഉണ്ടായിരുന്ന 2010 UDFനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അവരുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിട്ട് കണക്കാക്കാൻ കഴിഞ്ഞിരുന്നത്. അതിനെ മറികടക്കുന്ന വിധത്തിലുള്ള ഒരു മുന്നേറ്റം UDF സംസ്ഥാന വ്യാപകമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കോർപ്പറേഷനിലടക്കം ഇത്ര അധികം മുന്നിട്ട് നിൽക്കുന്നത് UDFന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ NDA BJP പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. തിരുവനന്തപുരം കോർപ്പറേഷനിലും UDF നില മെച്ചപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. നിലവിൽ 10 സീറ്റ് മാത്രമാണ് UDFന് ഉണ്ടായിരുന്നത്. അത് 19ലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഭരണമുന്നണിയായ LDF 56 സീറ്റിൽ നിന്ന് 29ലേക്ക് താഴ്ന്ന ഒരു കാഴ്ചയാണ് കഴിയുന്നത്. 50 സീറ്റോട് കൂടി NDA തിരുവനന്തപുരം കോർപ്പറേഷന് തലസ്ഥാനത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കും എന്നുള്ളൊരു സൂചനകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. എന്നാൽ അമൃത, ഈ നഗരസഭയുടെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 4 നഗരസഭയാണുള്ളത്. ഈ 4 നഗരസഭയിലും LDF ഭരണം നിലനിർത്തി. പക്ഷേ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലടക്കം UDFന് വലിയ മുന്നേറ്റം കഴിഞ്ഞ തവണത്തേക്കാൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലും ഒരു വേള ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാക്കി. 15 ഇടത്ത് നിലവിലെ ലീഡ് നില പരിശോധിക്കുമ്പോൾ 15 ഇടത്ത് LDFും 13 ഇടത്ത് UDFും എന്ന നിലയിലാണ്. ജില്ലാ പഞ്ചായത്തിലൊക്കെ കഴിഞ്ഞ തവണ തിരുവനന്തപുരം ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ സംഘടനാപരമായൊക്കെ പിന്നിൽ പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ വലിയ മുന്നണി പ്രവർത്തനം അമൃത നേരത്തെ സൂചിപ്പിച്ച പോലെ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. കോർപ്പറേഷനിൽ അടക്കം അത് വിജയം കണ്ടു എന്നാണ് UDF കണക്ക് കൂട്ടുന്നത്. നേരത്തെ കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ഈ സംഘടനാപരമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റമുണ്ടായി എന്ന് തന്നെയാണ് UDF കരുതുന്നത്.